നമസ്കാരം. ഇന്നത്തെ വിഷയം റീവാലുവേഷനാണ്. ഇപ്പോൾ എല്ലാ ആ, സംസ്ഥാനത്ത് SSLC പരീക്ഷ എഴുതിയ ഒരു 40% പേരും പേപ്പറുകളുടെ പുനർമൂല്യനിർണ്ണയത്തിന് അഥവാ റീവാലുവേഷനും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനും വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും രക്ഷിതാക്കളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് റീവാലുവേഷൻ്റെ റിസൾട്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. റീവാല്യൂഷൻ ഈ ജൂൺ 3 ബുധനാഴ്ച, നാളെ ജൂൺ 1 തിങ്കളാഴ്ചയാണ്, ജൂൺ 3 ബുധനാഴ്ച തുടങ്ങുകയാണ്. സംസ്ഥാനത്തെ 70 കേന്ദ്രങ്ങളിലായിട്ട് SSLC റീവാല്യൂഷൻ പുനർമൂല്യനിർണ്ണയം 2026 ജൂൺ 3 ആരംഭിക്കും. ജൂൺ 5 വൈകുന്നേരം 5 മണിക്ക് ഇത് അവസാനിക്കും. ഇപ്പോൾ ജൂൺ 3 ആരംഭിക്കും, ജൂൺ 5 വൈകുന്നേരം 5 മണിയോടുകൂടി അവസാനിക്കും. അപ്പോൾ ശരിക്കും 3 ദിവസമാണ് റീവാല്യുവേഷൻ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. 3 ദിവസം കൊണ്ട് റീവാല്യുവേഷൻ തീർക്കണം, പുനർമൂല്യനിർണ്ണയം തീർക്കണം. ഇപ്പം റീവാല്യുവേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് ഞാൻ റീവാല്യുവേഷനെ പറ്റി പറയാം. ഈ റീവാല്യുവേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളും ഒരുപോലെയല്ല റീവാല്യുവേഷനിൽ. ഇപ്പം ചില എക്സാമ്പിൾ പറഞ്ഞാൽ മലയാളം ഫസ്റ്റ്, അതായത് ലാംഗ്വേജ് പൊതുവെ ഫസ്റ്റ് ലാംഗ്വേജും മലയാളം സെക്കൻഡും പൊതുവെ റീവാല്യുവേഷന് അപേക്ഷകർ കുറവായിരിക്കും. എന്നാൽ മാത്സ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങൾക്ക് ഈ റീവാല്യുവേഷന് കൊടുക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലുമായിട്ടാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ ഈ വർഷം പൊതുവേ പറഞ്ഞാൽ കെമിസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റത്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മാർക്ക് കുറവുള്ളതും കെമിസ്ട്രിയിലാണ്. അപ്പോൾ അതുകൊണ്ട് കെമിസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ റീവാല്യുവേഷൻ അപേക്ഷകർ ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ ഒരു വിഷയത്തിന് എത്ര പേപ്പർ റീവാല്യുവേഷൻ ഉണ്ട്, അതിനനുസരിച്ച് 3 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും അധ്യാപകരെ റീവാല്യുവേഷന് വേണ്ടി നിയമിക്കും. ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് റീവാല്യുവേഷന് അധ്യാപകരെ നിയമിക്കുന്നത്. 3 ദിവസം പേപ്പറിൻ്റെ എണ്ണം അനുസരിച്ച് ഇപ്പോൾ 10 പേര് വെച്ചിട്ട് 3 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കും. ഓരോ സെൻറ്ററിലുമാണ് പറഞ്ഞത് കേട്ടോ. ചില സെൻറ്ററിൽ 50 അധ്യാപകർ വേണ്ടി വരും 3 ദിവസം കൊണ്ട് തീരണമെങ്കിൽ. അപ്പോൾ 3 ദിവസം കൊണ്ട് തീരാൻ എത്ര അധ്യാപകരെ ആവശ്യമുണ്ടോ അത്രയും അധ്യാപകരെ, അത് പേപ്പറിൻ്റെ എണ്ണത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. റീവാല്യുവേഷൻ എത്ര പേപ്പർ ഉണ്ടോ അതിനനുസരിച്ചാണ് അധ്യാപകരുടെ എണ്ണം നിശ്ചയിക്കുന്നത്. അത്രയും അധ്യാപകരെ റീവാല്യുവേഷന് വേണ്ടി അല്ലെ പുനർമൂല്യനിർണ്ണയത്തിന് വേണ്ടി നിയമിച്ച് 3 ദിവസം കൊണ്ട് ഈ പ്രോസസ്സ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ നിങ്ങളെല്ലാം അപേക്ഷിച്ചു, പൈസ കൊണ്ടുപോയി സ്കൂളിൽ അടച്ചു. 400 രൂപ വെച്ച് ഓരോ വിഷയത്തിനും, ഫോട്ടോസ്റ്റാറ്റിന് 200 രൂപ വെച്ച് നിങ്ങൾ അടച്ചു. അത് കഴിഞ്ഞ് ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ നിങ്ങളുടെ അപ്ലിക്കേഷൻ പണം അടച്ചതിന് ശേഷം കൺഫേം ചെയ്തു. അങ്ങനെ ആ അപ്ലിക്കേഷൻസ് നമ്പറുകൾ പരീക്ഷാ ഭവനിലേക്ക് പോയി ഓൺലൈനായിട്ട്. പരീക്ഷാ ഭവൻ ഇന്ന വിഷയങ്ങൾ, ഓരോ വിഷയങ്ങളും ത്തിൻ്റെയും പേപ്പറുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഈ നമ്പറുകൾ പാസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ 70 കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാണ് പേപ്പർ നോക്കിയിട്ടുള്ളത് നേരത്തെ. ആ 70 കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ സേഫ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഈ ഉത്തരക്കടലാസുകൾ ഉള്ളത്. അല്ലാതെ തിരുവനന്തപുരത്ത് പരീക്ഷാ ഭവനിലല്ല. എവിടെ വെച്ചൊക്കെയാണോ ഈ പേപ്പർ നോക്കിക്കുക, അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കൂടിയാണ് 70 സെൻറ്റർ. ആ 70 സെൻറ്ററുകളിൽ തന്നെയാണ് ഇപ്പോഴും ഈ പേപ്പർ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അത് പ്രത്യേക സേഫ് കസ്റ്റഡിയിൽ വളരെ സേഫായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നിങ്ങൾ അപേക്ഷകരുടെ രജിസ്റ്റർ നമ്പറുകൾ മാത്രമാണ് ആ സ്കൂളിലേക്ക് എത്തിക്കൊടുക്കുക. രജിസ്റ്റർ നമ്പറുകൾ ഇന്ന വിഷയവും കൊടുക്കും. ഇപ്പോൾ ഫിസിക്സിനാണെങ്കിൽ ഫിസിക്സിന് ഇന്ന രജിസ്റ്റർ നമ്പറുകൾ റീവാല്യുവേഷന് അപേക്ഷകരുണ്ട്, ഇന്ന രജിസ്റ്റർ നമ്പറുകൾ ഫോട്ടോസ്റ്റാറ്റിനും അപേക്ഷകരുണ്ട് എന്നാണ് കൊടുക്കുക.
അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇപ്പോൾ ഈ രജിസ്റ്റർ നമ്പറുകളൊക്കെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞു. മിക്കവാറും സ്കൂളുകാർ ആദ്യം നമ്മൾ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ട പേപ്പറാണ് ആദ്യം തിരഞ്ഞെടുക്കുക. അതിന് പ്രത്യേക കാരണമുണ്ട്. ഇപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ട പേപ്പറുകൾ എല്ലാ സ്കൂളിലും തിരഞ്ഞെടുത്തു കഴിഞ്ഞു, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കൊടുത്തും കഴിഞ്ഞു. അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് ഇതിന് ശേഷം ഈ പേപ്പറിലെ മാർക്കുകൾ മായ്ച്ചു കളയും. അതുകൊണ്ട് ആദ്യം ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം, എന്നാൽ മാത്രമേ കുട്ടികൾക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഫ്രണ്ട് പേജൊക്കെ കീറി മാറ്റുന്ന പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേപ്പർ തന്നെ, ഒരു വിഷയത്തിൽ തന്നെ റീവാല്യുവേഷന് കൊടുത്ത കുട്ടികളും ഉണ്ടാവും, ഫോട്ടോസ്റ്റാറ്റിന് കൊടുത്ത കുട്ടികളും ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന ക്യാമ്പ് ഓഫീസർമാർ ആദ്യം ചെയ്യുന്നത് ഈ പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ട പേപ്പർ ആദ്യം ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക എന്നുള്ളതാണ്. അത് മിക്കവാറും സ്കൂളുകാർ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി പേപ്പറുകൾ കൈമാറിക്കഴിഞ്ഞു. പിന്നെ അത് ആ പ്രോസസ്സ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ റിവാല്യൂഷൻ എന്ന് പറയുന്നത് ക്യാമ്പ് ഓഫീസർമാരെ സംബന്ധിച്ചിടത്തോളം, ആ സെന്ററിലെ ക്യാമ്പ് ഓഫീസർമാരെയും മറ്റ് ജീവനക്കാരെയും സംബന്ധിച്ചിടത്തോളം വളരെയധികം കഷ്ടപ്പാട് പിടിച്ച ഒരു പണിയാണ് ഈ റിവാല്യൂഷൻ. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ സെന്ററിൽ ഒരു 1.5 ലക്ഷം പേപ്പറുകൾ ഉണ്ടാവും ഒരു സെന്ററിൽ, പല വിഷയങ്ങളുടേതായിട്ട്. ആ 1.5 ലക്ഷം പേപ്പറുകളിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള ഓരോ രജിസ്റ്റർ നമ്പറുള്ള പേപ്പർ മാത്രം തിരഞ്ഞെടുക്കേണ്ടത്. അതാണ്. അപ്പോൾ അതിൽ തന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള ഒരു കഷ്ടപ്പാട് തന്നെ വളരെ വലുതാണ്. അപ്പം അത് തന്നെ എങ്ങനെയാ അതിൻ്റെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ, നേരത്തെ വാല്യുവേഷൻ കഴിയുന്ന സമയത്ത് ഈ 1000, 1500 പേപ്പർ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു കോഡ് നമ്പർ ഉണ്ട്. ആ കോഡ് നമ്പറിലേക്കാണ്, ആ കോഡ് നമ്പർ ഭിത്തിയിലും നിലത്തും ഒക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ എഴുതി വെച്ച ഇന്ന രജിസ്റ്റർ നമ്പറിലുള്ള പേപ്പർ അവിടെ വെക്കണമെന്നാണ് ആ കോഡ് നമ്പറിൽ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത്. ഓരോ പേപ്പറും ഏത് കോഡ് നമ്പറിലാണെന്ന് ആദ്യം മനസ്സിലാക്കും. എന്നിട്ടതിന് ശേഷം ആ കോഡ് നമ്പറുകളുള്ള കെട്ടുകൾ പരിശോധിച്ചിട്ടാണ് ഈ പേപ്പറുകൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതൊരു പിന്നെ വലിയ സംവിധാനമാണ്, വലിയ സെറ്റപ്പാണ് ശരിക്കും. അത് കോഡ് നമ്പറൊക്കെ എഴുതി തിരിച്ചു കൊണ്ടുവെക്കുന്ന ആ കോഡിൽ നിന്ന് നമുക്ക് പേപ്പർ തിരിച്ച് കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ വലിയ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പേപ്പർ തിരഞ്ഞെടുത്താൽ ഈ വലിയ 1.5 ലക്ഷം പേപ്പറുകളുള്ള ആ കെട്ടുകളിൽ നിന്ന് പേപ്പർ തിരഞ്ഞെടുത്താൽ ആദ്യം ചെയ്യുന്ന പണി ഞാനിപ്പോൾ പറഞ്ഞതാണ്. ഫോട്ടോസ്റ്റാറ്റ് ഏതെങ്കിലുമൊക്കെ നമ്പറുകൾക്കുണ്ടെങ്കിൽ അത് ആദ്യം എടുക്കുക എന്നുള്ളത്. അങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് മാറ്റിവെക്കും. അതിനുശേഷം ആ പേപ്പർ റീവാല്യുവേഷനുള്ള പേപ്പറുകളൊക്കെ തന്നെ അതിൻ്റെ ഫ്രണ്ട് പേജ് കീറി മാറ്റും. ആദ്യത്തെ പേപ്പർ, അതായത് ടാബുലേഷൻ നടത്തിയിട്ടുള്ള ഫ്രണ്ട് പേപ്പർ, നിങ്ങൾ രജിസ്റ്റർ നമ്പറും വിഷയവും പരീക്ഷയുടെ പേരും ഒക്കെ എഴുതിയ കുറേ കോളങ്ങളുള്ള ആ ഫ്രണ്ട് പേജ് കീറി മാറ്റുകയാണ് രണ്ടാമത്തായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കീറി മാറ്റാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ പേജിൽ ഈ ഓരോ ക്വസ്റ്റ്യനും കിട്ടിയ മാർക്ക് ടാബുലേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഓരോ കോളത്തിലും മഷി കൊണ്ട് മാർക്കുകൾ എഴുതി വെച്ച് അത് ടോട്ടൽ ചെയ്ത് അത് മേലെ റൗണ്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ആ ഒരു പേപ്പറാണ് കീറി മാറ്റുന്നത്. ആ പേപ്പർ കീറി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ രണ്ടാമത്തെ പേജിലേക്ക് ഒന്നുകൂടി എടുത്തെഴുതും, മാറിപ്പോകാതിരിക്കാൻ. അപ്പോൾ ഇത് പേപ്പർ മാത്രമായി. പിന്നെയുള്ളത് ഈ പെൻസിൽ ഉപയോഗിച്ച് എഴുതിയ മാർക്കുകളാണ് ആ പേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ ആദ്യ പേപ്പർ കീറി മാറ്റാനുള്ള കാരണം, ഈ നേരത്തെ ഇട്ട മാർക്കുകൾ ഈ പുതിയതായിട്ട് പേപ്പർ നോക്കുന്ന, അതായത് റീവാല്യൂ ചെയ്യുന്ന അധ്യാപകൻ ആ മാർക്ക് കാണാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ പെൻസിൽ അതാണ് ടാബുലേഷൻ്റെ ഷീറ്റ് ആദ്യമേ മാറ്റി. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, ഈ പെൻസിൽ ഉപയോഗിച്ച് ഇട്ട മാർക്കുകൾ മുഴുവനും മായ്ച്ചു കളയുക എന്നുള്ളത്. അപ്പം മായ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അതായത് ഈ റീവാല്യുവേഷൻ നടത്തുന്ന അധ്യാപകൻ ഈ മാർക്കുകൾ കണ്ടാൽ സ്വാഭാവികമായിട്ടും അയാൾ ആ മാർക്ക് തന്നെ ഇട്ടുപോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ മാർക്കുകൾ മായ്ച്ചു കളയുന്നത്. ആ മായ്ച്ചു കളഞ്ഞതിന് ശേഷമേ പുനർമൂല്യനിർണ്ണയത്തിന് പേപ്പർ കൊടുക്കുള്ളൂ.
അപ്പോൾ എന്താ, ഈ ഉത്തരങ്ങളും മേലെ രജിസ്റ്റർ നമ്പറും മാത്രമേ ഉണ്ടാവുള്ളൂ, ചോദ്യോത്തരങ്ങളും മാത്രം. പഴയ നേരത്തെ നോക്കിയ ആള് എത്ര മാർക്ക് കിട്ടുമെന്നോ ആകെ എത്ര മാർക്കാണെന്നോ ഒന്നും ഈ പുതിയതായിട്ട് റീവാല്യുവേഷൻ നടത്തുന്ന അധ്യാപകന് അറിയുന്നുണ്ടാവില്ല. അതാണ് അതിലെ ഒരു ഇത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ കീറി മാറ്റുകയും പെൻസിൽ ഉപയോഗിച്ച് നേരത്തെ തന്നെ പേപ്പർ നോക്കാനുള്ള മുൻകാലങ്ങളിൽ പേപ്പർ നോക്കുന്നത്, ഈ അടുത്ത കാലത്തല്ല, കുറേ കൂടി മുൻകാലങ്ങളിൽ പേപ്പർ നോക്കുന്നതും പേന ഉപയോഗിച്ച് തന്നെയായിരുന്നു. അപ്പോൾ റീവാല്യുവേഷന് കൊടുത്താൽ പേപ്പർ നോക്കുന്ന അധ്യാപകൻ ആ പേന ഉപയോഗിച്ചിട്ട് മാർക്ക് അവിടെ കാണും. അതാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വരും, ഇയാളും ആ മാർക്ക് തന്നെ ഇട്ടു പോകാനുള്ള അയാളുടെ ഒരു ടെൻഡൻസി കൂടുക ചെയ്യുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ബാലാവകാശ കമ്മീഷനിലൊക്കെ പരാതി മറ്റ് കേസും ഒക്കെ വന്ന് അതിൻ്റെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ പെൻസിൽ ഉപയോഗിച്ച് നോക്കാനും റീവാലുവേഷന് മുമ്പ് ആ പേപ്പറിലെ പെൻസിൽ ഉപയോഗിച്ചിട്ട മാർക്കുകൾ മായ്ച്ചു കളയാനും ഒരു പുതിയ പേപ്പർ പോലെ റീവാലുവേഷൻ നടത്തുന്ന അധ്യാപകന് ആ പേപ്പർ കൊടുക്കാനും തീരുമാനമായത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പേപ്പർ ഈ മായ്ക്കാൻ, അപ്പോൾ പേപ്പർ പരതി എടുക്കണം, ഫ്രണ്ട് പേജുകൾ കീറി മാറ്റണം, മാർക്കുകളൊക്കെ മായ്ച്ചു കളയണം. ഈ മാർക്കുകളൊക്കെ മായ്ച്ചു കളയാൻ വേണ്ടി ഡ്യൂട്ടിക്ക് ജീവനക്കാരുണ്ട്. അവർക്ക് പ്രത്യേക ബത്തയൊക്കെ കൊടുത്തിട്ടാണ് ഈ മാർക്കുകൾ, കാരണം ഇത് വലിയ പ്രോസസ്സാണ്. 10ഉം 12ഉം പേജുള്ള ചില ആൻസർ പേപ്പറിലെ ഓരോ മാർക്കും മായ്ച്ചു കളയുക എന്ന് പറയുന്നത് വലിയൊരു പ്രക്രിയയാണ്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള റെമ്യൂണറേഷനൊക്കെ കൊടുത്തിട്ടാണ് ജീവനക്കാരെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അതിനുശേഷം ഈ പേപ്പറുകൾ, ഈ മാർക്കുകൾ മായ്ച്ച പേപ്പറുകൾ പിന്നെ കവറിലേക്ക് മാറ്റുന്നു. കവർ എന്ന് പറയുന്നത് ചെറിയ വിഷയങ്ങളാണ് 12 പേപ്പറാണ് ഒരു കവറിലുണ്ടാവുക, 18 പേപ്പറാണ് ഒരു കവറിലുണ്ടാവുക. വലിയ വിഷയങ്ങളാണെങ്കിൽ 12 പേപ്പറായിരിക്കും ഒരു കവറിൽ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഈ കവറാണ് അധ്യാപകർക്ക് നോക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം രാവിലെ മുതൽ ഉച്ച വരെ നോക്കേണ്ടത് ഒരു കവറിലെ പേപ്പറാണ്. അതായത് ചെറിയ വിഷയമാണെങ്കിൽ 18 പേപ്പർ റീവാല്യുവേഷൻ നടത്തണം. വലിയ വിഷയമാണെങ്കിൽ 12 പേപ്പർ റീവാല്യുവേഷൻ നടത്തണം. അതാണ് ഒരു കവർ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റീവാല്യുവേഷനിൽ ഉത്തര പേപ്പറിലല്ല മാർക്ക് ഇടുന്നത്. അതിന് ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ട്. ആ മാർക്ക് ലിസ്റ്റിൽ 1 മുതൽ താഴോട്ട് ക്രമത്തിൽ നമ്പർ ഇടാം, മാർക്ക് ഇടാൻ ഒരു കോളം ഉണ്ട്. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പേപ്പർ നോക്കും, ഒന്നാമത്തെ ചോദ്യം നോക്കി ഉത്തരം ശരിയാണ്, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് മാർക്ക് ലിസ്റ്റിൽ 1 എന്ന് എഴുതിയിട്ട് മാർക്ക് ഇടേണ്ട കോളത്തിൽ 1 മാർക്കാണെങ്കിൽ 1 മാർക്ക് എന്ന് പറയും. അങ്ങനെ 2 എഴുതുന്നു, എത്ര മാർക്കാന്ന് വെച്ചാൽ അത് ഇടുന്നു. 3 എഴുതുന്നു, മാർക്ക് 2 ആണെങ്കിൽ അവിടെ 2 എന്ന് എഴുതുന്നു. ആ നമ്പറും മാർക്കുകളും മാത്രം ഇടുന്ന ഒരു മാർക്ക് ലിസ്റ്റിലാണ് ഈ മാർക്ക് ഇടുന്നത്. നമ്മൾ കൊടുത്ത മാർക്ക് വായിച്ച ഉത്തര പേപ്പറിൽ അവർ ഉത്തരങ്ങൾ പരിശോധിക്കും, മാർക്ക് ഇടുന്നത് മാർക്ക് ലിസ്റ്റിലാണ്. ഇതേ രീതിയിൽ മാർക്ക് ഇട്ട് കഴിഞ്ഞ് അതിൽ ടോട്ടൽ ചെയ്ത് ചുവന്ന മഷിയിൽ ആ പേപ്പറിലെ ഉത്തര പേപ്പറിലെ ആകെ ടോട്ടൽ മാർക്ക് ലിസ്റ്റിലിടുന്നു. യാതൊരു കാരണവശാലും ഉത്തര പേപ്പറിൽ പിന്നീട് മാർക്ക് ഇടുന്നില്ല. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം ടോട്ടൽ ചെയ്ത് നമ്മൾ ഇതൊക്കെ നേരത്തെ റൗണ്ടിങ് കഴിഞ്ഞതായിരിക്കും. വാല്യുവേഷൻ നടത്തിയപ്പോൾ മിക്കവാറും ഈ പേപ്പറൊക്കെ റൗണ്ടിങ് കഴിഞ്ഞതായിരിക്കും. ഇപ്പോൾ സപ്പോസ് ഈ ഒരു കുട്ടിയുടെ പേപ്പർ നോക്കിയപ്പോൾ 33 32.5 മാർക്കാണ് കിട്ടിയെന്ന് വിചാരിക്കുക. നേരത്തെയുള്ള മാർക്ക് എത്രയാണെന്ന് അറിയില്ല, നോക്കുന്ന അധ്യാപകനും അറിയില്ല. ആ 32.5 എന്ന് പറയുന്നത് നേരത്തെ ആയിരുന്നെങ്കിൽ റൗണ്ട് ചെയ്ത് 33 ആക്കുമായിരുന്നു. പക്ഷെ റീവാല്യുവേഷനിൽ 32.5 എന്ന് തന്നെയാണ് ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. 32.5 അങ്ങനെ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അവിടെ റീവാല്യുവേഷന് റൗണ്ടിങ് കൊടുക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെ 12 ആ കവറിലുള്ള എല്ലാ പേപ്പറുകളും നോക്കി മാർക്ക് ലിസ്റ്റ് റെഡിയാക്കും. അപ്പോൾ എത്ര മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും ഒരു കവറിൽ? 18 പേപ്പറാണ് ഉള്ളതെങ്കിൽ 18 മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും. ഒരു രജിസ്റ്റർ നമ്പറിന് ഒരു മാർക്ക് ലിസ്റ്റ് വെച്ചാണ് എഴുതുന്നത്. അതിനുശേഷം ഈ ഉത്തര പേപ്പറിൻ്റെ മുകളിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു സീൽ വെക്കും, റീവാല്യൂഡ് 1 എന്ന് എഴുതുക. അപ്പോൾ റീവാല്യൂഡ് 1 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അധ്യാപകൻ റീവാല്യൂ ചെയ്തു എന്നാണ് അർത്ഥം.
അപ്പോൾ ഒന്നാമത്തെ അധ്യാപകൻ റീവാല്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ എത്ര പേര് നോക്കും റീവാല്യൂഷനിൽ? 2 അധ്യാപകർ റീവാല്യൂഷനിൽ പേപ്പർ നോക്കും. അതുകൊണ്ടാണ് റീവാല്യൂഡ് 1 എന്ന് എഴുതുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പേപ്പറിൽ ഇനി ഈ പേപ്പർ 18 മാർക്ക് ലിസ്റ്റും പിന്നെ പേപ്പറും അടക്കം ബന്ധപ്പെട്ട ചീഫ് സൂപ്രണ്ട്, അതായത് ഒരു ക്ലാസ് റൂമിലെ ഒരു ചീഫ് സൂപ്രണ്ടും 10 അധ്യാപകരും ഇരുന്നിട്ടാണ് റീവാല്യൂഷൻ നടത്തുന്നത്. ചീഫ് സൂപ്രണ്ട് ഇതിൻ്റെ റീവാല്യൂഷൻ്റെ വീണ്ടും ചില പേപ്പർ എടുത്ത് വീണ്ടും പരിശോധിക്കും. അപ്പോൾ അതിനും ശേഷം ഉച്ചയ്ക്ക് ശേഷം, ഇപ്പം രാവിലെ ഒരു കെട്ട് നോക്കി, ഉച്ചയ്ക്ക് ശേഷമോ അല്ലെ പിറ്റേന്നോ ഈ നോക്കിയ പേപ്പർ മറ്റൊരു റൂമിൽ കൊടുക്കും. ഈ രാവിലെ 10 അധ്യാപകർ നോക്കിയ 10 കെട്ടുകൾ അത് റീവാല്യൂഡ് 1 ആണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ നോക്കിക്കഴിഞ്ഞു. അത് മറ്റൊരു റൂമിൽ കൊടുത്ത് വേറെ ഒരു അധ്യാപകരെ കൊണ്ട് അത് വീണ്ടും നോക്കിക്കും. അങ്ങനെ രണ്ടാമതൊരു അധ്യാപകൻ നോക്കുന്നത് കൊണ്ടാണ് ഈ ഉത്തര പേപ്പറിൽ മാർക്കിടാത്തത്. ആദ്യത്തെ ആൾ ഒരു മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? രണ്ടാമത്തെ ആളും അതേ മാർക്ക് തന്നെ ഇട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉത്തര പേപ്പറിൽ മാർക്കുകൾ ഇടാത്തത്, മാർക്ക് ലിസ്റ്റിലേക്ക് മാർക്കുകൾ മാറ്റുന്നത്. അങ്ങനെ രണ്ടാമത്തെ അധ്യാപകനും ഈ പേപ്പറുകൾ രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ റീവാല്യൂഡ് 2 എന്ന സീല് നമ്മൾ ഈ ഉത്തര പേപ്പറിന്റെ മുകളിൽ അടിക്കും. അപ്പോൾ ഒരു ഉത്തര പേപ്പർ 2 അധ്യാപകരും നോക്കിക്കഴിഞ്ഞു. റീവാല്യൂഡ് 1 ആയി, റീവാല്യൂഡ് 2 ആയി. 2 പേരും കിട്ടിയ മാർക്ക് ലിസ്റ്റിലുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് തമ്മിൽ, ഈ മാർക്കുകൾ തമ്മിൽ, ഒന്നാമത്തെ അധ്യാപകനും രണ്ടാമത്തെ അധ്യാപകനും തമ്മിലുള്ള മാർക്കുകൾ തമ്മിൽ 10% വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ക്യാമ്പ് ഓഫീസർ നോക്കി റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. 10% കൂടുതൽ വ്യത്യാസം ഉണ്ടെങ്കിൽ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം 40 മാർക്കിൻ്റെ ഒരു വിഷയം, കെമിസ്ട്രി തന്നെ ആയിക്കോട്ടെ. കെമിസ്ട്രിയിൽ ആദ്യത്തെ അധ്യാപകൻ നോക്കിയപ്പോൾ 34 മാർക്ക്, രണ്ടാമത്തെ അധ്യാപകൻ നോക്കിയപ്പോൾ 29 മാർക്ക്. വ്യത്യാസം എത്രയായി? 5 മാർക്ക് വ്യത്യാസം. ഒന്നാമത്തെ ആൾ നോക്കിയതും രണ്ടാമത്തെ ആൾ നോക്കിയതും തമ്മിൽ 5 മാർക്കിന്റെ വ്യത്യാസം വരാതിരിക്കാം. ഇത് വന്നാൽ, അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നാൽ ആ പേപ്പർ 10% കൂടുതൽ വ്യത്യാസമായി. അതായത് 40ന്റെ 10% എന്ന് പറയുന്നത് 4 മാർക്കാണ്. 4 മാർക്കിൽ കൂടുതൽ വ്യത്യാസം വരുമ്പോൾ ആ പേപ്പർ വീണ്ടും ഈ ചീഫ് സൂപ്രണ്ടിനെ കൊണ്ട് നോക്കിക്കണമെന്നാണ്. അപ്പം മൂന്നാമതൊരു അധ്യാപകൻ നോക്കുകയാണ്. ചീഫ് സൂപ്രണ്ട് മൂന്നാമത്തെ ആളായിട്ട് ആ പേപ്പർ വീണ്ടും പരിശോധിക്കും. അങ്ങനെ 3 മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും. അത്തരം പേപ്പറുകൾക്ക് 3 മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും. ഈ 3 മാർക്ക് ലിസ്റ്റ്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് 2 അധ്യാപകർ നോക്കിയ 2 മാർക്ക് ലിസ്റ്റാണ് നമ്മൾ പരീക്ഷാ ഭവനിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന മാർക്ക് ലിസ്റ്റായിട്ട് കമ്പ്യൂട്ടർ റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ IT റൂമിൽ അവിടെ അധ്യാപകർ ജീവനക്കാരായിട്ടുണ്ടാവും. ഈ മാർക്കുകൾ റീവാല്യൂ ചെയ്ത മാർക്കുകൾ അപ്ലോഡ് ആ സമയം തന്നെ ചെയ്യുകയാണ്. ഇപ്പോൾ രാവിലെ ഉച്ച വരെ നോക്കിയ പേപ്പർ ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ മാർക്ക് ലിസ്റ്റിലുള്ള ടോട്ടൽ മാർക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഓരോ വിഷയത്തിന്, ഓരോ ചോദ്യത്തിനും കിട്ടിയ മാർക്ക് അപ്ലോഡ് ചെയ്യില്ല. മറിച്ച് ആ കുട്ടിക്ക്, ആ രജിസ്റ്റർ നമ്പറിലുള്ള കുട്ടിക്ക് കിട്ടിയ ആകെ മാർക്ക് റൗണ്ട് ചെയ്യാതെ, ഇപ്പം 33.5 കിട്ടിയെങ്കിൽ 33.5 എന്ന് തന്നെ അതൊരു അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഓരോ ദിവസത്തെയും, ഇപ്പോൾ അങ്ങനെ 3 പേര്, 2 പേരുടെ ആണെങ്കിൽ 2 അധ്യാപകർ നോക്കിയ മാർക്ക് ലിസ്റ്റ് ആണെങ്കിൽ 2 പേരുടെ, അല്ല ചീഫ് കൂടി 10% കൂടുതൽ വ്യത്യാസമുണ്ടെങ്കിൽ 3 പേര് നോക്കിയിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ 3 മാർക്ക് ലിസ്റ്റ് ഈ സിസ്റ്റത്തിലൂടെ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ആവറേജ് സിസ്റ്റം എടുത്തോളും. ആ സോഫ്റ്റ്വെയർ അത് കാൽക്കുലേറ്റ് ചെയ്തോളും. നമ്മൾ ഇതിനകത്ത് ആവറേജ് കാണുകയോ അതിൻ്റെ 2 എണ്ണം കൂട്ടിയിട്ട് ശരാശരി കാണുകയോ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നേരെ നമ്മൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ മതി, സിസ്റ്റം അത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് അതിൻ്റെ രീതി. ഇപ്പോൾ ഒരു റീവാല്യൂഷന് കൊടുത്തു, നേരത്തെ 33, ഫോർ എക്സാമ്പിൾ ഒരു 33 മാർക്കായിരുന്നു ഒരു കുട്ടിക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ നോക്കിയപ്പോൾ ഒരു അധ്യാപകൻ നോക്കിയപ്പോൾ 33 തന്നെ കിട്ടി. വേറൊരു അധ്യാപകൻ നോക്കിയപ്പോൾ 38 കിട്ടി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് വന്നു? 35 മാർക്ക് കിട്ടും ശരാശരി എടുക്കുമ്പോൾ. 35ഓളം ആയി. അപ്പോൾ കുട്ടിക്ക് എന്തായി? എ എന്നുള്ളത് A+ ആയി.
ഇത്തരത്തിൽ രണ്ട് അധ്യാപകരുടെ അല്ലെങ്കിൽ മൂന്ന് പേപ്പറാ ഉള്ളത്, മൂന്ന് അധ്യാപകർ നോക്കിയിട്ട് മൂന്ന് പേരുടെ ശരാശരി മാർക്കാണ് ആ കുട്ടിക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത്. അത് ഗ്രേഡിലേക്ക് മാറ്റാണ്. അപ്പം നമ്മൾ ചെയ്യുന്നതും പേപ്പർ നോക്കുന്നതൊക്കെ തന്നെ ഗ്രേഡിലല്ല, മാർക്കിലാണ്. ആ മാർക്ക് പരീക്ഷ പോലെ മാർക്ക് ലിസ്റ്റിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അത് ഗ്രേഡായിട്ട് മാറുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ ദിവസം ഈ പിന്നെ വൈകുന്നേരം ലാസ്റ്റ് ഡേ 5-ാം തീയതിയാണ് ലാസ്റ്റ് ഡേ. 5-ാം തീയതി എന്ന് പറയുന്നത് ബുധൻ, വ്യാഴം, വെള്ളി. വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോടുകൂടി ക്യാമ്പ് ക്ലോസ് ചെയ്യും. വെള്ളിയാഴ്ച എങ്ങനെയാന്ന് പറഞ്ഞാൽ നേരത്തെ തുടങ്ങും. നേരത്തെ തുടങ്ങിയാൽ മാത്രമേ 2 സ്പെല്ല് തീരാനുണ്ട്. ഒരു 8:30 മണിക്കൊക്കെ തുടങ്ങിയാൽ നമുക്ക് ഒരു 3-3:30 ആകുമ്പോഴേക്ക് റീവാല്യുവേഷൻ തീർക്കാം. അതിനുശേഷം ആ ഉച്ച കഴിഞ്ഞത്തെ മാർക്ക് കൂടി അപ്ലോഡ് ചെയ്ത് 6 മണി ആകുമ്പോഴേക്ക് ഈ പ്രോസസ്സ് തന്നെ നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയും. ആ രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ അവിടെ റിവാലുവേഷൻ സെൻറ്ററിലൊക്കെ നടത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ വർക്കും അങ്ങനെയാണ് ഡയറക്ഷൻ വരിക. പരീക്ഷാ ഭവൻ്റെ ഡയറക്ഷനൊക്കെ അത്തരത്തിലായിരിക്കും. ഇപ്പം എല്ലാ വർക്കുകളും ഈ 5-ാം തീയതി 6 മണിയോടുകൂടി ഇൻക്ലൂഡിങ് മാർക്ക് അപ്ലോഡിങ് അടക്കം, പിന്നെ ഒരു പണി ഉണ്ടാവില്ല, അടക്കം പിന്നെ നമ്മൾ 5-ാം തീയതി വൈകുന്നേരം 6 മണിയോടുകൂടി അവസാനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ തുടങ്ങുന്ന തീയതി ഇപ്പം തീരുമാനിച്ചിരിക്കുന്ന 3 അതിലെന്തെങ്കിലും ഒരു ദിവസമോ മറ്റോ മാറ്റം വന്നാലേ അതിന് വ്യത്യാസം വരുള്ളൂ. അത് ഞാൻ പിന്നീട് എന്തെങ്കിലും വാർത്തകളുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഞാനിത് കൃത്യം പറയുന്നത്, ഞാൻ ഈ SLC സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ക്യാമ്പിലെ ക്യാമ്പ് ഓഫീസറായിരുന്നു കുറേ കാലം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ വിവരങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി ഒരു കുട്ടി ഇതിനിടയിൽ ഒരു സംശയം പറഞ്ഞ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഫോട്ടോസ്റ്റാറ്റ് എടുത്താലും മാത്രമേ റീവാല്യുവേഷൻ നടത്തുള്ളൂ എന്നാണ്. അങ്ങനെ ആരൊക്കെയോ കുട്ടിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ഒരു വിഷയത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ ഈ മാഷ് പേടിക്കും, അപ്പോൾ മാർക്ക് അറിയുമല്ലോ, അപ്പോൾ അങ്ങനെയാണ് റീവാല്യുവേഷൻ കൂടി നടത്തും. സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. ഈ പേപ്പർ നോക്കുന്ന അധ്യാപകന് ഈ കുട്ടി ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ കഴിയില്ല. അത് ക്യാമ്പ് ഓഫീസറാണ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത്. അത് നോക്കുന്ന അധ്യാപകന് മനസ്സിലാവുകയോ ഒന്നുമില്ല. എല്ലാ പേപ്പറുകളും 2 പേര് കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടാവും, ഒരു സംശയവുമില്ല. ഞാൻ അനുഭവത്തിൽ പറയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സംശയത്തിനൊന്നും പ്രസക്തിയില്ല. പക്ഷേ കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം റീവാലുവേഷൻ ഞാൻ പറഞ്ഞു പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് ആദ്യം എടുക്കുന്നതെന്ന്. പക്ഷേ ഫോട്ടോസ്റ്റാറ്റ് ആദ്യം എടുത്താലും ശരി, 5-ാം തീയതിക്ക് ശേഷം മാത്രമേ എന്തുള്ളൂ, ഈ ഫോട്ടോസ്റ്റാറ്റ് ബന്ധപ്പെട്ട സ്കൂളിലേക്ക് അയച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ സ്കൂളിലേക്ക് ഫോട്ടോസ്റ്റാറ്റ് അയക്കുന്നത് ഹെഡ് മാസ്റ്ററുടെ പേരിലാണ്. HMന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടാണ് ഈ ഫോട്ടോസ്റ്റാറ്റ് അയച്ചു കൊടുക്കുക. അത് എല്ലാ കുട്ടികളും ആ സ്കൂളിൽ നിന്ന് ഫോട്ടോസ്റ്റാറ്റിന് അപേക്ഷിച്ച പല സെൻറ്ററിൽ നിന്നുണ്ടാവും. ആ സെൻറ്ററുകളിലെ പേപ്പർ എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കവറിൽ ചെയ്ത് രജിസ്റ്റേർഡ് ആയിട്ട് HMന്റെ പേരിൽ അയച്ചു കൊടുക്കും. ആ HM ആണ് ആ സ്കൂളിലെ ഇത്തരത്തിൽ ഫോട്ടോസ്റ്റാറ്റിന് അപേക്ഷിച്ച കുട്ടികൾക്ക് ഈ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകുന്നത് ഹെഡ് മാസ്റ്ററാണ് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ഹെഡ് മാസ്റ്ററിനെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മിക്കവാറും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 9-ാം തീയതി 10-ാം തീയതിയോട് കൂടി നിങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടും. റിസൾട്ടിനെ സംബന്ധിച്ച ഒരു അറിയിപ്പ് ഈ റീവാല്യുവേഷൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറയുന്നുള്ളൂ, ഇതിപ്പോൾ പറയുന്നില്ല. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും കുട്ടികൾക്ക് ഒരു ഗ്രേഡ് കയറിയാൽ നമ്മൾ അടച്ച 400 രൂപ തിരിച്ചു കിട്ടും. ഫോട്ടോസ്റ്റാറ്റിന് അടച്ച 200 രൂപ യാതൊരു കാരണവശാലും ആർക്കും തന്നെ തിരിച്ചു കിട്ടുന്നതല്ല. ഇപ്പോൾ ഒരു ഗ്രേഡ് ഇപ്പോൾ A+ ആയാൽ ആ കുട്ടിക്ക് 400 രൂപ തിരിച്ചു കിട്ടും. ഒരു ബിക്കാരൻ 2 ഗ്രേഡ് ചാടി A+ ആയി, അപ്പോൾ അയാൾക്ക് 3 ഗ്രേഡ് ചാടിയതിൻ്റെ 400 വെച്ച് തിരിച്ചു കിട്ടില്ല, ഒരു 400 കിട്ടുള്ളൂ. അപ്പോൾ 1 ഗ്രേഡ് ചാടിയാലും 2 ഗ്രേഡ് ചാടിയാലും ശരി, ആ അടച്ച പണമാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എന്തായാലും ഗ്രേഡുകൾ പിന്നെ 2 ഗ്രേഡ് ചാടി കടക്കാനും ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അധ്യാപകരാണെങ്കിലും ബോധപൂർവം ആരും ഒന്നും ചെയ്യുന്നില്ല. ഒരു പെൻസിലിപ്പോ അല്ലെങ്കിൽ നമുക്ക് ഒരു പേജ് പെട്ടെന്ന് ഇത് മനുഷ്യനാണ്, ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. അധ്യാപകരാണെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യ സഹജമായ തെറ്റുകൾ എവിടെയും സംഭവിക്കാം.
ഒരു ആ, ഒരു എക്സാമ്പിളിൽ എങ്ങനെയോ നമ്മളുടെ ബോധ മനസ്സിലുള്ള മറ്റേതെങ്കിലും ചിന്തകളൊക്കെ ഒരു സമയത്ത് കയറി വരുന്ന സമയത്ത് ഈ അധ്യാപകൻ അല്ല വീട്ടിലുള്ള എന്തെങ്കിലും വിഷയങ്ങളോ അങ്ങനെയൊക്കെ വരാലോ, നമ്മളൊരു പേജ് അങ്ങ് നോക്കാൻ വിട്ടുപോയി, വിട്ടുപോകാം. അപ്പോൾ ആ പേജിലെ മാർക്ക് പിന്നെ അയാൾ ടോട്ടൽ ടാബ്ലേറ്റ് ചെയ്യുമ്പോഴും ആ പേജ് ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ പേജിലെ മാർക്ക് കുട്ടിക്ക് റീവാല്യൂ ചെയ്യുമ്പോഴായിരിക്കും കിട്ടുക. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുമുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സത്യം. പക്ഷെ എന്ന് വെച്ച് കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് ചില കുട്ടികളുടെ റീവാലുവേഷൻ കഴിഞ്ഞ് വരുമ്പോൾ കുട്ടിക്ക് എ ഗ്രേഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്, കുട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മാർക്ക് 33 പക്ഷേ ഇപ്രാവശ്യം റീവാലുവേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ 29 അപ്പോൾ എ ഗ്രേഡ് പോയി, 40 മാർക്കാണ് പേജിലുള്ള 40 പേപ്പറിലുള്ള മാർക്കാണ്, 33 29 ശരാശരി. അപ്പോൾ എ ഗ്രേഡ് പോയി എന്തായി, B+ ആയി മാറി. പക്ഷെ അത് അങ്ങനെ B+ ആയാലും കുട്ടിക്ക് എന്ത് കിട്ടും, നേരത്തെയുള്ള എ ഗ്രേഡ് തന്നെ കിട്ടും. ഗ്രേഡിൽ പുറകോട്ട് യാതൊരു കാരണവശാലും ഒരു ഗ്രേഡും പോകുന്നതല്ല. എ+ ആവുക എന്നല്ലാണ്ട് ഒരിക്കലും B+ലേക്ക് മാർക്ക് കുറഞ്ഞാൽ പോലും അത് ആവുന്നതല്ല എന്നതാണ് ഈ റീവാലുവേഷൻ്റെ ഒരു നിയമം. അങ്ങനെയാണ് അതിൻ്റെ രീതി. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പിന്നെ ഇതൊക്കെ നമ്മൾ അറിയണം, കുട്ടികളും അറിയണം, രക്ഷിതാക്കളും അറിയണം. ഈ റീവാലുവേഷനൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഞാൻ ഇട്ടത്. പിന്നെ എല്ലാവർക്കും ഒരു ഗ്രേഡെങ്കിലും കൂടുതൽ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ പിന്നെ ഈ ചാനലിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃത്യമായ അപ്ഡേറ്റ്സ് ഓരോന്നും ഞാൻ തരും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഞാനിതിലൂടെ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊങ്ങച്ചോ ഒരു നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു കാര്യമോ, യഥാർത്ഥ കാര്യം പറയുകയും ചെയ്യും. അതിൽ പേടിയുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് തരും. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, അതിൻ്റെ മറുപടിയും ഞാൻ തരും. എല്ലാവർക്കും ഈ ചാനൽ നിങ്ങൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് കൂടുതൽ ബുദ്ധിമുട്ടേറിയ ഭാഗങ്ങളെ വരും. നമുക്കിപ്പോൾ ഒരു ടെൻഷനൊന്നുമില്ല. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാതായി കഴിയുമ്പോഴാണ് എല്ലാവർക്കും ചൂടാവും. കുട്ടികൾക്കും ആവും, രക്ഷിതാക്കൾക്കും ആവും. അപ്പോഴാണ് പിന്നെ നമ്മൾ നെട്ടോട്ടം ഓടുക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ സമയത്തും നിങ്ങൾക്ക് കിട്ടുന്ന പറഞ്ഞു തരുന്ന സഹായകരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.